വളരെ ചെറുപ്പത്തിൽ തന്നെ ഇമാം ബുഖാരി ഖുർആൻ മനപ്പാഠമാക്കി. അതുപോലെ തന്നെ ഹദീസ് പഠന മേഖലയിലേക്ക് തിരിഞ്ഞു. ഇമാം ബുഖാരിയുടെ ജീവിതം ഇമാം ബുഖാരി ഒരു മുഹദ്ദിസ് ആണ്, വേണമെങ്കിൽ അദ്ദേഹത്തിന് ഫഖീഹ് ആണ് എന്ന് നമുക്ക് പറയാം. അതുപോലെ തന്നെ ഒരുപാട് മേഖലകളിൽ ഇമാം ബുഖാരി എന്ന മനുഷ്യന്റെ ആഴമളക്കാൻ അദ്ദേഹത്തിന്റെ സ്വഹീഹുൽ ബുഖാരി എന്ന വിശ്വവിഖ്യാതമായ ഗ്രന്ഥത്തിലെ തലക്കെട്ടുകൾ മാത്രം മതി എന്നാണ് പണ്ഡിതന്മാർ പറയാറുള്ളത്. ഇന്ന് ആധുനിക ലോകത്തെ അറിവില്ലാത്ത പലരും അദ്ദേഹത്തിന്റെ തലക്കെട്ടുകൾ വായിച്ച് ഇതും ഈ തലക്കെട്ടിന് താഴെ കൊടുത്തിരിക്കുന്ന ഹദീസുമായി ഒരു ബന്ധമില്ലെന്നൊക്കെ പറയുന്നത് കാണാൻ അവർക്ക് മനസ്സിലാകാഞ്ഞിട്ടാണ്. ഈ അടുത്ത് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഒരു മനുഷ്യൻ ഒരു TV ചാനലിൽ കൊടുത്ത ഇന്റർവ്യൂ, സാധാരണ ഈ സ്വഹീഹുൽ ബുഖാരി പോലെയുള്ള ഹദീസ് ക്രോഡീകരിച്ച ഗ്രന്ഥങ്ങളിൽ ആ ഗ്രന്ഥത്തിന്റെ പേരുണ്ടാവും, അതിന് താഴെ ആ ഗ്രന്ഥം ക്രോഡീകരിച്ച ആളുടെ പേരും എഴുതിയിട്ടുണ്ടാവും. അപ്പൊ അത് ക്രോഡീകരിച്ചത് ഇന്നയാളാണ് എന്നാണ് എഴുതുക. അപ്പൊ ഒരാളൊരു ഇന്റർവ്യൂവിൽ വന്ന് പറഞ്ഞു, മസ്ജിദുൻ നബവിയിൽ അധ്യാപകനായ മദീനയിലെ വലിയ പണ്ഡിതനായ ഷെയ്ഖ് സ്വാലിഹ് അൽ ഉസൈമി ഹഫിദഹുല്ലാ അദ്ദേഹത്തിന്റെ ഒരു പഠന ക്ലാസ്സിനിടയിൽ പറഞ്ഞ് ചിരിച്ചൊരു സംഭവം കൂടിയാണ്. മനുഷ്യന്മാരുടെ ഒരു ജഹല്, അറിവില്ലായ്മ എത്രത്തോളമാണ് എന്ന് ബോധ്യപ്പെടുത്തുന്ന ഒരു സംഭവം. ഒരു ചാനലിൽ ഏതോ ഒരാൾ, അയാളുടെ പേരൊന്നും അറിയില്ല, അയാൾ ഇങ്ങനെ വരുന്ന ഇന്റർവ്യൂവിൽ ഇങ്ങനെ പറയാണ്, ഈ സ്വഹീഹുൽ ബുഖാരി ക്രോഡീകരിച്ചതൊന്നും ഇമാം ബുഖാരി അല്ല, മുഹമ്മദ് ബിൻ ഇസ്മായിൽ എന്ന് പറഞ്ഞ ആളൊന്നും അല്ല. പിന്നെ ആരാണ് അത്? മുഹമ്മദ് ബിൻ ഇസ്മായിൽ എന്ന് പറയുന്ന ആളാണ്. വാസ്തവത്തിൽ ആ പുസ്തകത്തിൽ അയാൾ കണ്ടിട്ട് പുസ്തകത്തിൽ എഴുതിയിരുന്നത് ജമഅഹു, ഈ ഗ്രന്ഥം ക്രോഡീകരിച്ചത് എന്നാണ് ജമഅഹു എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം. അപ്പൊ അയാൾ അത് വായിക്കാൻ അങ്ങനെ ഒരു അടിസ്ഥാന വിവരം പോലും വലിയ പണ്ഡിത വേഷധാരിയായ അദ്ദേഹത്തിനില്ല. അപ്പൊ അദ്ദേഹം വായിച്ചത് മുഹമ്മദ് എന്നാണ്, അദ്ദേഹത്തിന്റെ പേര് എന്ന് വിചാരിച്ചു. യഥാർത്ഥത്തിൽ എല്ലാ കിതാബിലും എന്ത് ചെയ്തു, ഇങ്ങനെ ഹദീസ് ഗ്രന്ഥങ്ങളൊക്കെ എഴുതും, സ്വഹീഹുൽ ബുഖാരി എന്നതിന് താഴെ എഴുതും ജമഅഹു, ഈ ഗ്രന്ഥം ക്രോഡീകരിച്ചത് അതാ ഇന്ന ആളാണ്, അദ്ദേഹത്തിന്റെ പേരും. അപ്പൊ അങ്ങനെയാണ് ആ ആളുകളുടെ അറിവില്ലായ്മയും കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകും. അപ്പോ ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി വളരെ ചെറുപ്പത്തിൽ അദ്ദേഹത്തിന് ഹദീസിനോട് പ്രത്യേക താല്പര്യമുണ്ടായി. അത് എത്രാമത്തെ വയസ്സിലാണെന്ന് ചോദിച്ചാൽ അദ്ദേഹത്തിന്റെ തന്നെ വാക്കുകളിൽ പറഞ്ഞാൽ 10 വയസ്സിൽ ഒക്കെ ആകുമ്പോഴേക്കും അദ്ദേഹത്തിന് ഹദീസുകളിൽ നല്ല താല്പര്യവും ഹദീസുകൾ പഠിക്കാൻ, അതിന്റെ സനദുകൾ മനസ്സിലാക്കാൻ ഒക്കെയുമുള്ള താല്പര്യം അദ്ദേഹത്തിനുണ്ട്. അദ്ദേഹത്തിന്റെ ശിഷ്യൻ കൂടിയായ മുഹമ്മദ് ബിൻ അബി ഹാത്തിം റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നത് കാണാൻ കഴിയും. ഞാൻ ചോദിച്ചു, ഇമാം ബുഖാരിയോട് ഞാൻ ചോദിച്ചു, എന്നാണ് ഇപ്പൊ നിങ്ങൾ ഈ ഹദീസും ഈ പറഞ്ഞ കാര്യങ്ങൾക്കൊക്കെ നിങ്ങൾക്ക് ഒരു താല്പര്യമൊക്കെ വന്നു തുടങ്ങിയത് എന്നായിരുന്നു? സാധാരണ കുട്ടികൾ കുത്താബിലായിരിക്കും സമയം. കുത്താബ് എന്ന് പറഞ്ഞാൽ ഈ എഴുത്തും മറ്റു കാര്യങ്ങളൊക്കെ പഠിക്കുന്ന ബേസിക്, നമ്മുടെ നഴ്സറി സ്കൂൾ എന്നൊക്കെ പറയുന്ന ഒരു LKG UKG തലം, അല്ലെങ്കിൽ ഒരു 1-2 ക്ലാസ്സിൽ ആ ഒരു തലം, ചെറിയ കുട്ടികൾ അടിസ്ഥാന വിവരങ്ങൾ പഠിക്കുന്ന ഒരു അന്നത്തെ സിസ്റ്റത്തിലാണ് കുത്താബ് എന്ന് പറയാം. ഇന്ന് ഉത്തരേന്ത്യയിലൊക്കെ പോയി കഴിഞ്ഞാൽ മക്തബ് എന്ന് പറയും. നമ്മുടെ നാട്ടിലൊക്കെയുള്ള ചെറിയ മദ്രസകൾ, നഴ്സറി പോലുള്ളത്. അപ്പൊ അത് ആ ഒരു പ്രായത്തിൽ തന്നെ എനിക്ക് ഹദീസ് പോലെ ഹിഫ്സാക്കുക എന്ന് ഭയങ്കര ഒരു ഹരമായി. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല എന്റെ ഉള്ളിൽ നിക്ഷേപിച്ച ഒന്നാണ്. അന്ന് എത്ര വയസ്സുണ്ടായിരുന്നു നിങ്ങൾക്ക്? 10 സിനീൻ. എനിക്ക് 10 വയസ്സാണ്, അല്ലെങ്കിൽ 10 വയസ്സിനേക്കാൾ താഴെ. ആ പ്രായത്തിൽ തന്നെ എനിക്ക് ഹദീസ് പഠിക്കുക എന്നുള്ളത് ഒരു വലിയ എൻ്റെ ഒരു സ്വപ്നമായി നിലനിന്നിരുന്നു. അങ്ങനെ പിന്നെ അദ്ദേഹം വന്നു, അന്ന് തന്നെ ഹദീസുകളെ ഹിഫ്ളാക്കാൻ തുടങ്ങി. ഓർമ്മശക്തിയുടെ വിഷയത്തിൽ ഈ ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും പ്രശസ്തനായ മനുഷ്യനും കൂടിയാണ് ഇമാം ബുഖാരി. ഒരു തവണ വായിച്ചാൽ തന്നെ, ഒരു തവണ ഒരു കാര്യം, ഒരു ഗ്രന്ഥം വായിച്ചാൽ തന്നെ അത് മുഴുവൻ ഓട്ടോമാറ്റിക്കായി മനഃപ്പാഠമാകുന്നത്ര അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുത്ത ഓർമ്മശക്തിയുടെ, വലിയ ഓർമ്മശക്തിയുടെ ഉടമയായിട്ടുണ്ട്. 11ാമത്തെ വയസ്സിൽ അദ്ദേഹം ഇമാം ദാഖിലി എന്ന് പറയുന്ന ആ ബുഖാറയിലെ ഹദീസ് പണ്ഡിതന്റെ ക്ലാസ്സിൽ പങ്കെടുക്കുമ്പോൾ അദ്ദേഹം ഒരു സനദ് പറഞ്ഞു. സുഫിയാൻ അദ്ദേഹത്തിൽ നിന്ന് അബി സുബൈർ, അദ്ദേഹത്തിൽ നിന്ന് ഇബ്രാഹിം എന്നിങ്ങനെ ഉദ്ധരിച്ചു പോയി എന്ന് പറഞ്ഞു. അപ്പോൾ 11 വയസ്സുള്ള ഇമാം ബുഖാരി പറഞ്ഞു, അല്ല, അബു സുബൈർ ഇബ്രാഹിമിൽ നിന്ന് കേട്ടിട്ടില്ല. അബു സുബൈർ എന്ന ഹദീസ് റിപ്പോർട്ടർ ഇബ്രാഹിം എന്ന ഹദീസ് നിവേദകരിൽ നിന്ന് കേൾക്കാൻ ഒരു സാധ്യതയില്ല. അവർ തമ്മിൽ കണ്ടിട്ടോ കേട്ടിട്ടോ ഒന്നുമില്ല ഈ ഹദീസ്. അതുകൊണ്ട് നിങ്ങൾ പറഞ്ഞ സനദിൽ എന്തോ പ്രശ്നമുണ്ട്. ഉസ്താദ് പറഞ്ഞു, ചെറിയ 10-11 വയസ്സുള്ള ഒരു കുട്ടിയാണല്ലോ ഈ പറയുന്നത്, എന്താ ഈ പറയുന്നത്? അപ്പൊ നിങ്ങൾ ഇതിന്റെ അസ്ലി കിതാബ് നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും. അങ്ങനെ അദ്ദേഹം നോക്കിയപ്പോൾ അദ്ദേഹത്തിന്റെ കയ്യിലുള്ളത് കോപ്പിയാണ്. അസ്ലി കിതാബ് പറയുന്നു കൈയെഴുത്തു പ്രതിയായി കോപ്പി എടുത്ത കൈയെഴുത്ത് പ്രതി പിന്നെ എഴുതി ഉണ്ടാക്കിയതാണ് അദ്ദേഹം ഉപയോഗിക്കുന്നത്. അപ്പൊ അദ്ദേഹം ഒറിജിനൽ ഗ്രന്ഥത്തിൽ നോക്കിയപ്പോൾ ഈ കുട്ടി പറഞ്ഞത് ശരിയാണ്. ഇമാം ബുഖാരിയുടെ തന്നെ പെൻസിൽ വാങ്ങി, പേന വാങ്ങി അദ്ദേഹത്തിന്റെ
പുസ്തകത്തിലെ ആ തെറ്റ് തിരുത്തി എന്ന് നമുക്ക് കാണാൻ കഴിയും. അന്ന് ഇമാം ബുഖാരിക്ക് പറഞ്ഞ പോലെ ഇബ്നു ഇഹ്ദാ അശ്റ സന 11 വയസ്സായിരുന്നു എന്ന് അദ്ദേഹം തന്നെ പറയുന്നത് കാണാം. ഏകദേശം 16-17 വയസ്സ് വരെ ഇമാം ബുഖാരി ബുഖാറയിൽ തന്നെയാണ് ജീവിക്കുന്നത്. തന്റെ ഉമ്മയോടൊപ്പം ജ്യേഷ്ഠനോടൊപ്പം ജീവിതം മുന്നോട്ട് പോയി. അതിനിടയിൽ തന്നെ അന്ന് നിലവിലുണ്ടായിരുന്ന പ്രസിദ്ധരായ പണ്ഡിതന്മാരുടെ ഗ്രന്ഥങ്ങളിൽ പലതും അദ്ദേഹം മനപ്പാടമാണ്. അബ്ദുല്ലാഹി ബിൻ മുബാറക് റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ഗ്രന്ഥങ്ങൾ, വക്കീഅ ഇബ്നുൽ ജറാഹ് റഹ്മത്തുള്ളാഹി അലൈഹി, ഇവരൊക്കെ ഹദീസ് പണ്ഡിതന്മാരാണ്, വലിയ പണ്ഡിതന്മാരാണ്. ഹദീസ് മാത്രമല്ല ഇസ്ലാമിക ലോകത്ത് തലമുതിർന്ന പണ്ഡിതന്മാരാണ് ഈ പറഞ്ഞവരൊക്കെയും. അവരിൽ നിന്ന് അവരുടെ ഗ്രന്ഥങ്ങളിൽ പലതും ഇദ്ദേഹം മനപ്പാടമാക്കി. പണ്ഡിതന്മാരുടെ ശൈലികളും ഇസ്ലാമിക ഗ്രന്ഥങ്ങൾ, ആഴമേറിയ വൈജ്ഞാനിക ഗ്രന്ഥങ്ങൾ വായിച്ച് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു തരത്തിലേക്ക് അതിനൊരു ശേഷി അദ്ദേഹം ഈ വയസ്സിനുള്ളിൽ തന്നെ നേടിയെടുത്തു. അങ്ങനെ 16 വയസ്സ് കഴിഞ്ഞപ്പോൾ അദ്ദേഹവും അദ്ദേഹത്തിന്റെ സഹോദരനും ഉമ്മയും കൂടി ഹജ്ജിന് പോയിട്ട് ഇമാം ബുഖാരി തിരിച്ചു വന്നില്ല. ജ്യേഷ്ഠനോടൊപ്പം ഉമ്മ തിരിച്ച് നാട്ടിലേക്ക് പോയി. പിന്നെ അന്ന് മുതൽ, അതായത് ഇന്നൊരു 16-17 വയസ്സ് മുതൽ അദ്ദേഹം പിന്നെ ജീവിതത്തിൽ പഠിക്കാനാണ് ചെലവഴിച്ചത്. മക്കയിൽ തന്നെ തുടർന്നു. ഹദീസ് പഠിക്കുക എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ ഏറ്റവും ഒന്നാമത്തെ ലക്ഷ്യം. പിന്നെ അവിടെ നിന്ന് അദ്ദേഹം പല നാടുകളിലേക്കും, പലപ്പോഴും സമ്പത്തില്ലാതെ വിഷമിച്ചു. കിട്ടിയ സമ്പത്ത് മുഴുവൻ ചിലപ്പോൾ ദാനം ചെയ്തു. കാൽനടയായി യാത്ര ചെയ്തു. ആളുകളിൽ നിന്ന് പലതരത്തിലുള്ള പരിഹാസങ്ങളും ഉപദ്രവങ്ങളും ഒക്കെ യാത്രയിൽ അദ്ദേഹം നേരിട്ടിട്ടുണ്ട്. ബുഖാറയിൽ നിന്ന് അദ്ദേഹം സഞ്ചരിച്ച ഒരുപാട് നാടുകൾ, നാം നേരത്തെ പറഞ്ഞു, അദ്ദേഹത്തിന്റെ മാപ്പ് ഇങ്ങനെ വരയ്ക്കുന്ന കണ്ടാൽ തന്നെ നമുക്ക് ഇന്നത്തെ കാലത്ത് ഒരു കാറെടുത്ത് പോയാൽ പോലും അത്രയും യാത്ര ചെയ്യുക എന്ന് പറയുന്നത് കുറച്ച് ദുഷ്കരമായ ഒരു പ്രവൃത്തി തന്നെയായിരുന്നു. ബലഹിൽ, മർവിൽ, നൈസാബൂറിൽ, ഇതൊക്കെ ഇറാനിലുള്ള പ്രദേശങ്ങളാണ്. റയ്യിൽ, ബഗ്ദാദിൽ, ബസറയിൽ, കൂഫയിൽ, മദീനയിൽ, ഈജിപ്തിൽ, സിറിയയിൽ, ഷാമിൽ ഒക്കെ അദ്ദേഹം യാത്ര ചെയ്യുകയും അവിടെ നിന്ന് പണ്ഡിതന്മാരിൽ നിന്ന് പഠിക്കുകയും ചെയ്തിട്ടുണ്ട്. അദ്ദേഹം തന്നെ പറയുന്നത് കാണാൻ കഴിയും, കതബ്തു അൻ അൽഫിൻ വസമാനീന റജുലൻ. അദ്ദേഹത്തിന്റെ അധ്യാപകന്മാരാണ് 1080 ആളുകളിൽ നിന്ന് ഞാൻ ഹദീസ് പഠിച്ചിട്ടുണ്ട്, എഴുതിയിട്ടു. 1080 ആളുകൾ. ഇന്ന് പോലും നമ്മുടെ സ്ഥലത്ത് ചെന്നാൽ എത്ര പണ്ഡിതന്മാർ നമുക്ക് കിട്ടും? എത്ര പണ്ഡിതർ നമുക്ക് പഠിക്കാൻ കഴിയും, അവരിൽ നിന്ന് ഹദീസ് ഉദ്ധരിക്കാൻ കഴിയും. അപ്പൊ അന്നത്തെ കാലത്ത് 1080 ആളുകൾ, ഒരു നാട്ടിൽ പണ്ഡിതരുണ്ടാവുക, അല്ലെങ്കിൽ ആ നാട്ടിൽ ഹദീസ് പഠിച്ച, ഹദീസിൽ നല്ല ഓർമ്മശക്തിയുള്ള ആളുകൾ ഉണ്ടാവുക എന്ന് പറയുന്നത് സുലഭമൊന്നും അല്ലല്ലോ, വളരെ വിരളമായിരിക്കുമല്ലോ അത്തരത്തിലുള്ള ആളുകൾ. ഹദീസ് പഠിച്ച അത്ര അധികം ഹദീസുകൾ ഹിഫ്ദുള്ള നല്ല പണ്ഡിതന്മാർ. അപ്പൊ അവരൊക്കെ തേടിപ്പിടിച്ച് ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി പോവുകയും അവരിന്ന് പഠിക്കുകയും ചെയ്തു. അത് മാത്രമല്ല അദ്ദേഹത്തിന്റെ സൂക്ഷ്മത, ലൈസ ഫീഹിം ഇല്ലാ സാഹിബു ഹദീസിൻ. അദ്ദേഹം ആ പണ്ഡിതന്മാരിൽ അദ്ദേഹം 1080 ആളുകൾ എന്ന് പറഞ്ഞു. അദ്ദേഹം ഒരു കണിശതയോടുകൂടി പറയുന്ന കാണാൻ കഴിയും, ഇതിൽ പിഴച്ച കക്ഷിക്കാരെ ഒരാളുമില്ല. ലൈസ ഫീഹിം ഇല്ലാ സാഹിബു ഹദീസ്, ഹദീസിന്റെ ആളുകളല്ലാതെ, അഥവാ അഹ്ലുസുന്നയിൽപ്പെട്ട യഥാർത്ഥ വിശ്വാസവും ആദർശവും ഉൾക്കൊള്ളുന്ന നല്ല സലഫി അഖീദ ഉൾക്കൊള്ളുന്ന ആളുകൾക്ക് പല പേരുകൾ പറയും. അഹ്ലുസുന്നത്തി വൽ ജമാഅ അതൊരു പേരാണ്. അതോടെ മറ്റൊരു പേരാണ് അഹ്ലുൽ ഹദീസ്. അപ്പൊ പണ്ട് കാലത്ത് അങ്ങനെയാണ് പ്രയോഗിച്ചത്. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ, അങ്ങനെ ഒരുപാട് ആളുകൾ അങ്ങനെ തന്നെ പറയുന്ന കാണാൻ കഴിയും, അഹ്ലുൽ ഹദീസ്. തലമുതിർന്ന സലഫുകളായ പല പണ്ഡിതന്മാരും ആ പദം പ്രയോഗിച്ചിട്ടുണ്ട്. അതുപോലെ അഹ്ലുൽ അസർ എന്ന് പ്രയോഗിക്കും, ഫിർഖത്തുൻ നാജിയ എന്ന് പ്രയോഗിക്കും, അങ്ങനെ ത്വാഇഫത്തുൽ മൻസൂറ എന്ന് പ്രയോഗിക്കും. ഇതൊക്കെ പ്രയോഗിക്കുന്നത് വേറെ ഏതെങ്കിലും കക്ഷികളെ സൂചിപ്പിക്കാനാണ്. ഇസ്ലാമിക ലോകത്ത് ഞങ്ങളും ഖുർആനും സുന്നത്തൊക്കെയാണ് പിൻപറ്റുന്നത്, ഞങ്ങളും മുസ്ലിങ്ങളാണ് എന്ന് പറഞ്ഞു വരികയും അതേ സമയത്ത് ഖുർആന്റെ ആയത്ത് ഓതിയിട്ട് അള്ളാഹു റസൂലോ പറയാത്ത അർത്ഥവും ഒക്കെ പറഞ്ഞ് ഇതിനർത്ഥം ഇങ്ങനെയാണ്, ഇതിങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത് എന്ന് അവരുടെ വക സ്വന്തം വ്യാഖ്യാനം പറഞ്ഞ് വരുന്ന കുറെ ആളുകളുണ്ടാവും. അവരും പറയും ഞങ്ങൾ മുസ്ലിങ്ങളാണ്, ഞങ്ങൾ ഖുർആൻ സുന്നത്തോടെ പറയുന്നത് പറയും. പക്ഷെ അവർ യഥാർത്ഥ ദീനായിരിക്കുമല്ലോ പറയും. അപ്പൊ അവരിൽ നിന്ന് വ്യത്യസ്തമായി ഇസ്ലാമിക ലോകത്തെ പണ്ഡിതന്മാർ എന്ത് ചെയ്തു? അഹ്ലുസ് സുന്നത്തി വൽ ജമാഅ എന്ന പേരിൽ അവർ സ്വയം പറയാൻ തുടങ്ങി, നമ്മൾ അഹ്ലുസ് സുന്നത്തി വൽ ജമാഅ. അത് ഇസ്ലാമിക പ്രമാണങ്ങളിൽ തന്നെ എടുത്ത വാക്കുകളാണ്. അഹ്ലുസ് സുന്ന വൽ ജമാഅ എന്ന വാക്കൊക്കെ ഹദീസിൽ വന്ന വാക്കാണ്. അഹ്ലുൽ ഹദീസ് അങ്ങനെ വന്ന വാക്കാണ്. അഹ്ലുൽ അസർ അങ്ങനെ വന്ന വാക്കാണ്. ഫിർഖത്തുൻ നാജിയ അങ്ങനെ വന്ന വാക്കാണ്. ഇങ്ങനെ മുൻഗാമികളെ, സ്വഹാബികളെ മൊത്തം ഉൾക്കൊള്ളുന്ന, സ്വഹാബികൾ മുതൽ തുടങ്ങുന്ന മുൻഗാമികളെ, സലഫുകളെ, മുൻപേ കഴിഞ്ഞു പോയവർ എന്നാണ് സലഫിന്റെ അർത്ഥം. അവരെ പിൻപറ്റുന്നവർ എന്ന അർത്ഥത്തിൽ അവരെ അതേപടി പിന്തുടരുകയും അതേ ആദർശങ്ങൾ, പ്രവാചകരിൽ നിന്ന് നേരിട്ട് കിട്ടിയ അതേ ആദർശങ്ങൾ അതേപടി പിന്തുടരുകയും ചെയ്യുന്ന ആളുകൾ എന്ന നിലക്കാണ് അഖീദത്തു സലഫ്, സലഫിന്റെ അഖീദ അല്ലെങ്കിൽ ത്വരീഖത്തു സലഫ്, സലഫിന്റെ മാർഗം, മൻഹജു സലഫ്, സലഫിന്റെ രീതിശാസ്ത്രം, സ്വഹാബികളുടെ രീതിശാസ്ത്രം എന്ന് അറിയപ്പെട്ടു. അപ്പൊ അതിലേക്ക് അത് സ്വീകരിക്കുന്ന ആ രീതിശാസ്ത്രം ഉൾക്കൊള്ളുന്ന ആളുകളെ സലഫികൾ എന്ന് പറയും. അല്ല, സലഫികൾ എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക മദ്ഹബോ അല്ലെങ്കിൽ ദീനിൽ തന്നെ പുതുതായി ഉണ്ടാക്കിയ ഒന്നോ അല്ല എന്ന് നമ്മൾ മനസ്സിലാക്കും. അപ്പൊ ഇമാം ബുഖാരി പറയാൻ ലൈസ ഫീഹിം ഇല്ലാ സാഹിബു ഹദീസ്,
അതിൽ ഹദീത്തിന്റെ ആളുകളില്ലാതെ ഒരാളും ഇമാം ബുഖാരിക്ക് പറഞ്ഞല്ലോ ലൈസ ഫീഹിം ഇല്ല മുസ്ലിം, മുസ്ലിം എന്ന് മാത്രമല്ല അല്ല. കാരണം അത് മുസ്ലിം എന്ന് പറഞ്ഞാൽ മുസ്ലിം എന്നുള്ള പേര് തന്നെയാണ് പലരും ഉള്ളത്. എല്ലാവരും പറയും ഞങ്ങൾ മുസ്ലിങ്ങളാണ്. അപ്പൊ പ്രത്യേകം എടുത്തു പറയാം, ലൈസ ഫീഹിം ഇല്ല സാഹിബു ഹദീസ്, നല്ല യഥാർത്ഥ അഖീദയുള്ള വിശ്വാസ രംഗത്ത് കളങ്കമൊന്നുമില്ലാത്ത, യഥാർത്ഥ ആദർശമുള്ള, യഥാർത്ഥ നയ നിലപാടുകളുള്ള, ഇസ്ലാമിക പ്രമാണങ്ങൾ അനുസരിച്ച് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന ആളുകളാണ് അവരൊക്കെ. എന്നിട്ട് അവരുടെ ഈമാൻ, അവരുടെ അഖീദ എന്തായിരുന്നു അദ്ദേഹം വിശദീകരിക്കുന്നത് കാണാൻ കഴിയും. അവർ ഈമാന്റെ വിഷയത്തിൽ എന്താണ് പറഞ്ഞത്. അന്നുണ്ടായിരുന്ന മുഅ്തസിലികളും അതുപോലെ തന്നെ പലതരത്തിലുള്ള ഖദരികളും ഒക്കെ പറയുന്ന വാദങ്ങളിൽ നിന്ന്, മുർജികളും ഒക്കെ പറയുന്ന വാദങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി അവർക്കെതിരെയുള്ള യഥാർത്ഥ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച മാർഗമാണ് അവർ പറയുന്നത്. അദ്ദേഹം വിശദീകരിക്കുന്നത് നമുക്കാണ്. ഇങ്ങനെ ഇദ്ദേഹം ഹദീസ് പഠനം തുടർന്നു. അവസാനം ലോക ചരിത്രത്തിൽ അദ്ദേഹം അറിയപ്പെട്ടത് അമീറുൽ മുഅ്മിനീന ഫിൽ ഹദീസ് എന്നാണ്. അദ്ദേഹത്തിന്റെ ഒരു സ്ഥാനപ്പേര് എന്ന് പറയാൻ വന്നാണ്. അമീറുൽ മുഅ്മിനീൻ എന്ന് പറഞ്ഞാൽ ഇസ്ലാമിക ഖലീഫക്ക് കിട്ടുന്ന ഒരു സ്ഥാനപ്പേരാണ്. മുഅ്മിനീങ്ങളുടെ നേതാവ് അമീർ. ഹദീസിൽ മുഅ്മിനീങ്ങളുടെ നേതാവ് ഇമാം ബുഖാരിയാണ്. ഇനി ഏതൊരു മനുഷ്യനും ഇമാം ബുഖാരിയോട് കടപ്പെട്ടിരിക്കുന്നു. ഇമാം ബുഖാരി അദ്ദേഹം നിർവഹിച്ച സേവനം അത്രമാത്രം വിലയുള്ളതാണ് എന്ന് ഇതിൽ നമുക്ക് ബോധ്യപ്പെടും. ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹിയുടെ പഠനകാലത്ത് തന്നെ അദ്ദേഹം കൂട്ടുകാരോടൊപ്പം യാത്ര ചെയ്യും, കൂട്ടുകാരോടൊപ്പം പല പണ്ഡിതന്മാരുടെയും ദർസുകളിൽ പങ്കെടുക്കും. അപ്പൊ ഇമാം ബുഖാരി പല ദർസുകളിലും കേൾക്കുമ്പോൾ എഴുതാറുണ്ട്. അപ്പൊ അദ്ദേഹത്തിന് സുഹൃത്തുക്കളായ പലരും ശ്രദ്ധിച്ചു. മുഹമ്മദ് ബിൻ അബി ഹാത്തിം, അതുപോലെ തന്നെ ഹാഷിദ് ബിൻ ഇസ്മായിൽ എന്നിവരെ പോലുള്ള ആളുകളൊക്കെ ഉദ്ധരിക്കുന്ന നമുക്ക് കാണാൻ കഴിയും. ഇദ്ദേഹത്തിന്റെ കൂട്ടുകാരൊക്കെ ചോദിച്ചു, എന്താ നിങ്ങൾ എഴുതാത്തത്? ഞങ്ങൾക്ക് ഇങ്ങനെ ഫുൾ എഴുതി വെക്കാണ്. അപ്പൊ ഇമാം ബുഖാരി ഒന്നും മിണ്ടില്ല. കുറെ ദിവസം ഇങ്ങനെ ആവർത്തിച്ചു, ഒരു 1-2 ആഴ്ച ഇങ്ങനെ തുടർച്ച ചെയ്ത് ചോദിച്ചു, എന്താ നിങ്ങൾ എഴുതുന്നത് കാണുന്നില്ല? അപ്പൊ ഇമാം ബുഖാരി പറഞ്ഞു, നിങ്ങൾ എഴുതിയത് കൊണ്ടുവരാൻ പറ്റും. അങ്ങനെ കൊണ്ടുവന്നു. എന്നിട്ട് ഇമാം ബുഖാരി അതുവരെ പഠിച്ചതിൽ നിന്നും അതുപോലെ തന്നെ പഠിക്കാത്തതിൽ നിന്നും അദ്ദേഹത്തിന്റെ മനസ്സിലുള്ളതിന് 15,000 ഹദീസുകൾ അവർക്ക് ചൊല്ലിക്കൊടുത്തു. അപ്പൊ അതിൽ ഈ പറഞ്ഞ ഇവർ എഴുതി വെച്ച ഹദീസുകളുണ്ട്. അപ്പൊ ഇവർ ഉസ്താദിൽ നിന്ന് കേട്ടപ്പോൾ തന്നെ, ഇപ്പൊ നമ്മളൊരു സദസ്സിൽ ഇരിക്കുകയാണെങ്കിൽ തന്നെ ഓരോ സ്ഥലത്ത് ഇവിടെ ഇരിക്കുന്ന ആൾ കേൾക്കുന്ന അതേ ലെവലിലായിരിക്കില്ല പുറകിലിരിക്കുന്ന ആൾ കേൾക്കുക. അപ്പൊ ഒരു സദസ്സിൽ തന്നെ ഇരുന്നാൽ തന്നെ ആളുകൾ എഴുതിയിരിക്കുന്ന വ്യത്യാസം ഉണ്ടാവും. അപ്പൊ ഇവർ നേരിട്ട് കേട്ട് എഴുതിയിട്ട് കുറെ തെറ്റുകളുണ്ടായി. അതൊക്കെ ഇവർ ഇദ്ദേഹത്തിന് തിരുത്തി. ഇദ്ദേഹം ആ സമയം എഴുതാൻ ഉപയോഗിക്കുന്നതിന് പകരം ഇദ്ദേഹത്തിന് ഒരു തവണ കിട്ടാൻ ഹിഫ്ളാവും. അപ്പൊ അത് ഹിഫ്ളാക്കി. അങ്ങനെ പിന്നെ ഒരു പക്ഷെ പിന്നെ അദ്ദേഹത്തിന് സമയം കിട്ടുമ്പോൾ യാത്രയും ഒക്കെ ആയിരിക്കും അദ്ദേഹം അത് രേഖപ്പെടുത്തി വെക്കുക. കാരണം അദ്ദേഹത്തിന് അത് കൃത്യമായി ഒരു അക്ഷരം പോലും വിടാതെ ശരിയായി മനസ്സിലാക്കാനുള്ള ശേഷി അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുത്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പിൽക്കാലത്ത് ഇമാം ബുഖാരി പല നാടുകളിൽ ചെന്നപ്പോൾ പല ആളുകളും അദ്ദേഹത്തെ പരീക്ഷിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ഒരിക്കൽ ബഗ്ദാദിൽ ചെന്നപ്പോൾ ബഗ്ദാദിലെ പണ്ഡിതന്മാരൊക്കെ എന്ത് ചെയ്തു, ഇമാം ബുഖാരി ഇങ്ങനെ വലിയ ഓർമ്മശക്തിയുള്ള ഒരു ഹദീസൊക്കെ ഇത്ര ലക്ഷം ഹദീസുകളൊക്കെ മനപ്പാടമുള്ള ഒരാളുണ്ട്, എന്നാ പിന്നെ ഒന്ന് പരീക്ഷിക്കണമല്ലോ എന്ന് കരുതി 10 ആളുകൾ 10 പണ്ഡിതന്മാരെ തന്നെ. അതുപോലെ തന്നെ 10 പണ്ഡിതന്മാർക്കും 10 ഹദീസുകൾ വീതം കൊടുത്തു. അങ്ങനെ മൊത്തം 100 ഹദീസുകൾ. ഇതിൽ ഓരോ പണ്ഡിതന്മാരും ഹദീസുകൾ സനദുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി. പിന്നെ പണ്ഡിതന് കൊടുത്ത സനദ് ഒരു ഹദീസ് ഉണ്ടാവും. അതിലെ സനദ് ചിലപ്പോൾ വേറെ ഒരാൾ ആയിരിക്കും പറയാ, ഹദീസ് ചിലപ്പോൾ അറിയെങ്കിലും നമുക്ക് പറഞ്ഞുതരാം, പരീക്ഷിക്കാൻ വേണ്ടിയാണ് ചോദിക്കുന്നത്. അപ്പോ ബുഖാരി ആദ്യത്തെ ആള് വന്നു, 10 ആളുണ്ട് വരി വരിയായിട്ട് നിൽക്കുകയാണ്. ആദ്യത്തെ ആള് വന്നു, ഒന്നാമത്തെ ഹദീസ് പറഞ്ഞു. ഇമാം ബുഖാരി എനിക്കറിയില്ല, ആ ഹദീസ് എനിക്കറിയില്ല. അത് സനദും ഇതൊക്കെ മാറ്റി എന്താണ് ആണല്ലോ പറയും. എന്നാ പിന്നെ രണ്ടാമത്തെ ഹദീസ് പറഞ്ഞു നോക്കാം. അങ്ങനെ പറഞ്ഞു, അതും എനിക്കറിയില്ല അല്ലേ. അങ്ങനെ ആദ്യത്തെ ആളും കഴിഞ്ഞു, രണ്ടാമത്തെ ആളും കഴിഞ്ഞു, 10 ആളും പറഞ്ഞു, 100 ഹദീസുകൾ പറഞ്ഞു, മാറ്റി മാറ്റി പറഞ്ഞു. എല്ലാത്തിനും ഇമാം ബുഖാരി പറയല്ല, എനിക്കറിയില്ല. 10 ആളും പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം ഇമാം ബുഖാരി ഒന്നാമത് പറഞ്ഞ ആളോട് അയാളെ മുഖത്ത് നോക്കി പറഞ്ഞു, നിങ്ങൾ ഒന്നാമത് പറഞ്ഞ ഹദീസ് ഇതാ, നിങ്ങൾ അതിൽ മാറ്റി പറഞ്ഞ സനദ് ഇതാ, ശരിയായ സനദ് ഇതാ, തെറ്റായ സനദ് ഇതാ, ആ ഹദീസിന്റെ സനദ് ഇങ്ങനെയാണ്. അങ്ങനെ 100 ആളുകൾക്കും അദ്ദേഹം പറഞ്ഞു കൊടുത്തു എന്ന് അദ്ദേഹത്തിന്റെ ചരിത്രത്തിൽ ഉദ്ധരിക്കപ്പെട്ടത് നമുക്ക് കാണാൻ കഴിയും. പലപ്പോഴും ഇമാം ബുഖാരിയുടെ ഈ ഓർമ്മശക്തി, അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ ഈ ഓർമ്മശക്തി എന്ന് പറയുന്നത് പലർക്കും അസൂയ ഉണ്ടാക്കുന്ന ഒന്നായി. സ്വാഭാവികമാണല്ലോ, അള്ളാഹു ഒരാൾക്ക് ഇത്ര വലിയ അനുഗ്രഹം നൽകിയപ്പോൾ. പക്ഷെ അദ്ദേഹത്തിന്റെ ഈ അനുഗ്രഹം, ഈ ഓർമ്മശക്തി എന്ന് പറയുന്നത് അദ്ദേഹം എന്ത് വിഷയത്തിൽ വിനിയോഗിച്ചു എന്നതാണ് ഈ ചരിത്രത്തിൽ നമുക്കുള്ള പാഠം. അതാണ് നമുക്കുള്ള പാഠം. വെറുതെ ഇത് കേട്ടുപോകുക എന്നുള്ളത്. നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ എത്രയോ ശേഷികളുണ്ട്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയാൽ, നമ്മളിപ്പോ ഇങ്ങനെ ആലോചിക്കുമ്പോൾ ഇമാം ബുഖാരിക്ക് അത്ര വലിയ ഓർമ്മശക്തി ഉള്ളത് കൊണ്ട് അദ്ദേഹത്തിന് വലിയ സേവനങ്ങൾ ചെയ്യാൻ കഴിഞ്ഞു എന്ന്. നമുക്കതില്ലല്ലോ. നമ്മളെ ഓർമ്മശക്തി മാത്രമേ നോക്കുന്നുള്ളൂ. നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല വേറെ പല ശക്തികളും ശേഷികളും ഒക്കെ തന്നില്ലേ. നമ്മുടെ നാട്ടിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഇടപെടാൻ കഴിയുന്ന മേഖലകൾ നമുക്ക് അല്ലാഹു ഒരുക്കി തന്നിട്ടില്ലേ. നമുക്ക് സാമ്പത്തികമായി നമ്മുടെ ഓരോരുത്തരുടെയും അളവ് നമുക്കറിയാലോ. അങ്ങനെ ഒരു ശേഷി അല്ലാഹു നമുക്ക് തന്നിട്ടില്ലേ.
നമ്മുടെ നാട്ടിൽ പ്രവർത്തിക്കാനുള്ള ശേഷി, ആരോഗ്യകരമായി ഒരു കൂട്ടായ്മയായി കാര്യങ്ങൾ ചെയ്യാനുള്ള ശേഷി അള്ളാഹു നമുക്ക് തന്നിട്ടില്ലേ? ഈ ചരിത്രത്തിൽ നിന്ന് ഈ പാഠം ഉൾക്കൊള്ളാണ് നമുക്ക് എന്താണോ നൽകപ്പെട്ട ശേഷി അത് എന്തിൽ നമ്മൾ വിനിയോഗിക്കുന്നു എന്നുള്ളതാണ്. ഇമാം ബുഖാരിക്ക് കിട്ടിയ ശേഷി അദ്ദേഹം വളരെ നല്ല രൂപത്തിൽ ഉപയോഗിച്ചു. അദ്ദേഹത്തിന് നല്ല ഓർമ്മശക്തി ഉണ്ടായിരുന്നു. അതിന് അദ്ദേഹം ഹദീസുകൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി അദ്ദേഹം ചെലവഴിക്കാൻ തീരുമാനിച്ചു. അദ്ദേഹം ആ സേവനം നിർവഹിച്ചു. ഇന്നത്തെ കാലത്ത് ഒരുപക്ഷെ നമുക്ക് ഓർമ്മശക്തി ഉണ്ടെന്ന് കരുതുക, നമ്മുടെ നാട്ടിലോ അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിൽ നല്ല ഓർമ്മശക്തിയുള്ള ഒരാളുണ്ട്, ദീനിന് വേണ്ടി അത് ചെലവഴിക്കാൻ എന്താ നമുക്ക് തടസ്സം? പല കഴിവുകളെയും നമ്മൾ തിരിച്ചറിയാതിരിക്കുകയും അതൊക്കെ എങ്ങനെ ഇപ്പൊ ദീനിന് ചെലവഴിക്കുക എന്ന് ആലോചിക്കുകയുമാണ് പല ആളുകളും ഇന്ന് ചെയ്യാറുള്ളത്. എന്നിട്ട് മുൻഗാമികൾക്ക് കിട്ടിയ ശേഷികളെ കുറിച്ച് പറയുമ്പോൾ അവർക്ക് അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നത് കൊണ്ട് അവർക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ കഴിഞ്ഞു എന്നിങ്ങനെ പരിതപിക്കുകയും ചെയ്യും. അങ്ങനെ പരിതപിച്ചത് കൊണ്ടൊന്നും ആയില്ലല്ലോ. അപ്പൊ നമുക്ക് ഇന്ന് നമ്മുടെ സമൂഹത്തിൽ ഒരാൾക്ക് ഇംഗ്ലീഷ് ഭാഷയിൽ കഴിവുണ്ട് കരുതുക, അത് അയാളുടെ ജോലിക്കും അതുപോലത്തെ ഉദ്യോഗത്തിനും ഒക്കെ ഉപയോഗിച്ചോട്ടെ. പക്ഷെ എന്ത് പഠിച്ചോന് വേണ്ടി, ദീനിന് വേണ്ടി അയാളുടെ ആ ശേഷി എന്തിനാണ് ഉപയോഗപ്പെടുത്തിയത്? ഒരാൾക്ക് നല്ല അഡ്മിനിസ്ട്രേറ്റീവ് സ്കില്ലുണ്ട്, കാര്യങ്ങൾ നിയന്ത്രിക്കാനുള്ള സ്കില്ലുണ്ട്. അയാളുടെ അഡ്മിനിസ്ട്രേറ്റീവ് മേഖലകളിൽ അയാളുടെ ജോലിയിൽ ഉയരാൻ, പ്രൊമോഷൻ കിട്ടാനൊക്കെ അയാൾ ഉപയോഗിക്കുന്നു. പക്ഷെ ദീനിന് വേണ്ടി ഏത് മേഖലയാണ് അത് ഉപയോഗിച്ചത്? നമ്മുടെ തന്നെ കൂട്ടായ്മയുടെ പലതരത്തിലുള്ള പീസ് റേഡിയോ പോലുള്ള സംവിധാനങ്ങൾ, അവിടെയൊക്കെ പ്രവർത്തിക്കുന്ന അധികം ആളുകളും സൗജന്യമായിട്ട് സേവനം കൊടുക്കും. വലിയ വലിയ പ്രൊഫഷണലുകളായ മാസം 3-4 ലക്ഷം രൂപ ശമ്പളം വാങ്ങുന്ന ആളുകൾ നമ്മുടെ കൂട്ടായ്മയുണ്ട്. അവരുടെ ഒരു പ്രതിഫലവും ഇങ്ങോട്ട് പ്രതീക്ഷിക്കാതെ അവരുടെ കോഡിംഗ് സ്കിൽ എന്ന് പറഞ്ഞാൽ, ഇന്ന് ഒരാൾ കോഡിംഗ് സ്കിൽ പഠിക്കുമ്പോൾ അയാൾക്ക് സാധാരണ മനുഷ്യൻ ചിന്തിക്കുന്നില്ല എങ്ങനെ ഇത് ദീനിന് വേണ്ടി ഉപയോഗിക്കാം. പക്ഷെ അവർ ചിന്തിക്കുന്നു, അവർ കോഡിംഗ് ചെയ്യുന്നു. നമ്മുടെ പരിപാടികളും സമ്മേളനങ്ങളും നടക്കുമ്പോൾ നമ്മുടെ പാർക്കിങ്ങിന്റെ സംവിധാനങ്ങൾ പോലും അതിനുള്ള ആപ്പുകൾ ഡെവലപ്പ് ചെയ്യാൻ, അതിന്റെ UI ഡെവലപ്പ് ചെയ്യാൻ ഒക്കെ അവർ ഉപയോഗിക്കുന്നു. നമുക്ക് ലഭിച്ചത് എന്താണോ അത് നമ്മൾ ഏത് മാർഗത്തിൽ ചെലവഴിക്കുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മറ്റുള്ളവരെ നോക്കി അസൂയപ്പെട്ടിട്ടോ അള്ളാഹു കുറച്ചുകൂടി മഹത്വവും ശ്രേഷ്ഠതയും കൊടുത്ത ആളുകളെ നോക്കി ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരുന്നത് കൊണ്ടും ഒരു കാര്യവുമില്ല എന്ന ഇതിൽ നമുക്ക് ലഭിക്കുന്ന ഒരു പാഠമാണ്. അതുപോലെ തന്നെ സമർക്കന്ത് നേരത്തെ പറഞ്ഞതുപോലെ സിൽക്ക് റൂട്ടിലുള്ള പ്രധാനപ്പെട്ട ഒരു പട്ടണമാണ് സമർക്കന്ത്. ഇസ്ലാമിക ചരിത്രത്തിൽ അറിയപ്പെട്ട ഒരു പട്ടണമാണ് സമർക്കന്ത്. പല പണ്ഡിതന്മാരും ജനിച്ച പട്ടണമാണ്. ഒരിക്കലും അദ്ദേഹം അവിടെ ചെന്നപ്പോൾ അവിടെയുള്ള പണ്ഡിതന്മാർ, അവിടെ ഒരു 400ഓളം ഹദീസ് പഠിക്കുന്ന വിദ്യാർത്ഥികളും പണ്ഡിതന്മാരും ഒക്കെ ഉണ്ടായി. അപ്പൊ ഇമാം ബുഖാരി വരും എന്ന് പറഞ്ഞപ്പോൾ ഇവരൊക്കെ കൂടി ഒരാഴ്ച മീറ്റിംഗ്, ഒരാഴ്ച ഇവരെല്ലാവരും കൂടി ഇരുന്നു. എന്നിട്ട് പറഞ്ഞു ഇമാം ബുഖാരി ടെസ്റ്റ് ചെയ്യാം. എന്നിട്ട് അവരെന്ത് ചെയ്തു എന്ന് വെച്ചാൽ ഇതുപോലെ സനദുകൾ മാറ്റുക എന്നത് അവർ ചെയ്തു. ഈ സനദുകൾ മാറ്റുക എന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്നൊരു സനദ് കേട്ടാൽ തന്നെ നമുക്ക് തന്നെ മനസ്സിലാവും. അപ്പോഴാണ് ആയിരക്കണക്കിന് സനദിൽ നിന്ന് ഓരോ സനദുകൾ വേർതിരിച്ച് ഇന്നയാളിന്ന് കേട്ടിട്ടുണ്ടോ എന്ന് മനസ്സിലാക്കി അത് കൃത്യമായി പറയുക. അതിന് പ്രത്യേക കഴിവ് തന്നെയാണ്. ഇവരെന്ത് ചെയ്തു എന്ന് വെച്ചാൽ ഷാം പ്രദേശത്തുള്ള പണ്ഡിതന്മാരുടെ സനദുകൾ എടുക്കും, ഇറാഖ് പ്രദേശത്തുള്ള പണ്ഡിതന്മാരിൽ നിന്ന് വന്ന ഹദീസുകൾ എടുക്കും. ഇത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റും. അതായത് ഷാമിൽ നിന്ന് കിട്ടിയ ഹദീസായിരിക്കും അതിൽ ഇറാഖിന്റെ സനദ് ഫിറ്റ് ചെയ്തു. അതുപോലെ തന്നെ ഹറമുകൾ മക്കയിൽ നിന്നും മദീനയിൽ നിന്ന് കിട്ടിയ ഹദീസുകളായിരിക്കും അവിടെ യമനിന്റെ സനദത്ത് മാറ്റി കൊടുക്കും, അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി കൊടുക്കും. സനദ് പോയ ഹദീസ് പോകും. ഇത് കേൾക്കുന്ന ആൾക്ക് അത്ര അവഗാഹമില്ലെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി അന്ന് പരീക്ഷിച്ചപ്പോൾ ചരിത്രം രേഖപ്പെടുന്ന കടങ്ങിൽ ഒരു സ്ഥലത്ത് പോലും ഒരു ഇടറൽ ഇമാം ബുഖാരിയിൽ നിന്ന് ഉണ്ടായിട്ടില്ല. ലാ ഫിൽ ഇസ്നാദ് വലാ ഫിൽ മത്ൻ, സനദിൽ ഉണ്ടായിട്ടില്ല, അതിന്റെ മത്നിലും ഉണ്ടായിട്ടില്ല. അത്രമാത്രം ക്രിസ്റ്റൽ ക്ലിയർ ആയിരുന്നു അദ്ദേഹത്തിന്റെ ഓർമ്മശക്തി. നല്ല ഓർമ്മശക്തിക്ക് ഉടമയായിരുന്നു അദ്ദേഹം എന്ന് ചരിത്രത്തിൽ ഇമാം ബുഖാരി തന്നെ പറയുന്നത് കാണാൻ കഴിയും. റുബ്ബ ഹദീഥിൻ സമിഅതുഹു ബിൽ ബസറ കതബ്തുഹു ബിശ്ശാം. എത്രയോ ഹദീസുകൾ ഞാൻ ബസറയിൽ നിന്നായിരിക്കും അത് കേട്ടിട്ടുണ്ടാവും. എന്റെ ഉസ്താദ് ബസറയിൽ നിന്ന് ഞാനത് കേട്ടു, പക്ഷെ ഞാനത് എഴുതി വെക്കുന്നത് പിന്നെയും കിലോമീറ്ററുകൾ യാത്ര ചെയ്ത് സിറിയയിൽ, ഡമസ്കസിൽ അല്ലെങ്കിൽ ഷാമിൽ എത്തുമ്പോഴായിരിക്കും ഞാനത് എഴുതി വെക്കുന്നത്. വറുബ്ബ ഹദീഥിൻ സമിഅതുഹു ബിശ്ശാം കതബ്തുഹു ബിമിസ്ർ. ഇങ്ങനെ ഇവിടെ നിന്ന് കേൾക്കുന്ന ഹദീസുകൾ അവിടെ നിന്ന് എഴുതാനുള്ള സമയം ചിലപ്പോൾ ഉണ്ടാവില്ല, കാരണം അടുത്ത പണ്ഡിതനെ തിരഞ്ഞ് പോകേണ്ടി വരും. അപ്പോ ഷാമിൽ നിന്ന് കിട്ടിയ ഹദീസുകൾ ചിലപ്പോൾ ഞാൻ എഴുതി വെച്ചത് ഈജിപ്തിൽ ചെന്നിട്ടായി. അപ്പൊ അതുവരെ അദ്ദേഹത്തിന് ഓർമ്മശക്തി ക്ലിയർ ആണ്. നമുക്കത് വിശദീകരിക്കാം. ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ഓർമ്മശക്തി ക്ലിയർ ആണെന്ന് പറയുമ്പോൾ അതൊരു വെറും അവകാശവാദം അല്ല. മുസ്ലിങ്ങളുടെ ഇമാമായി എന്നുണ്ട് അപ്പൊ ഇമാമിന് ഇങ്ങനെ ഒരു പൊക്കി പറയുക, അദ്ദേഹത്തിന് ഇങ്ങനെ എല്ലാ കാര്യങ്ങളിലും ഒരു അപ്രമാദിത്വം കൽപ്പിക്കുക എന്നതല്ല. അദ്ദേഹത്തിന്റെ ഓർമ്മശക്തി പരിശോധിക്കാൻ ഇന്നും മാർഗങ്ങളുണ്ട്. അദ്ദേഹത്തിന് ഒരു സനദിൽ ഒരു അക്ഷരത്തിൽ അദ്ദേഹത്തിന് പിഴവ് പറ്റിയോ എന്ന് പരിശോധിക്കാൻ ഇന്നും സിമ്പിളായ മാർഗങ്ങളുണ്ട്. സാധാരണക്കാരായ മനുഷ്യർ പോലും പരിശോധിക്കും. അത് നമുക്ക് പറയാം.